നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വില്ലേജ് ട്രാവൽ ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെറും 100 രൂപയ്ക്ക് കുതിര സവാരി ചെയ്യണമെന്നുണ്ടെങ്കിൽ പോത്തുണ്ടി ഡാമിൻ്റെ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബാബു ചേട്ടനുണ്ട്. അപ്പോൾ വെറും 100 രൂപയ്ക്ക് നമുക്ക് കുതിര സവാരി ചെയ്യാം. നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് നേരിട്ട് ബാബു ചേട്ടനോട് ചോദിച്ചറിയാം. അപ്പോൾ ഇതാണ് ഞങ്ങളിപ്പോൾ സവാരി ചെയ്യാൻ പോകുന്ന കുതിര. ഇതാണ് ഒരു വെള്ള കുതിരയാണ്. ഈ കുതിരയ്ക്ക് ഒരു പേരുണ്ട്, ഡോളക്സ് എന്നാണ്. നമ്മുടെ സൂര്യൻ്റെ ഏതൊരു സിനിമയിൽ സൂര്യൻ്റെ പേര് റോളക്സ് എന്ന് പറയുന്ന പോലെ ഡോളക്സ് ആണ്. നല്ല കിട്ട് കുതിരയാണ്. അപ്പോൾ നമ്മളിത് സവാരി ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാനാണ് കേട്ടോ ഇന്ന് സവാരി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പുള്ളിക്കാരനോട് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു സവാരി എന്നോട് തന്നെ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ കുതിര സവാരി ചെയ്യാൻ പോകുന്നത്. നമ്മൾ വടക്കോട്ട് ഓടാൻ പറഞ്ഞാൽ തെക്കോട്ട് ഓടുമെന്ന് അറിയില്ല. എന്തായാലും എക്സ്പീരിയൻസ് കണ്ടറിയാം. അപ്പോൾ തമിഴ് സിനിമയിലെ രജനീന്ദ്ര ഒരുവൻ മുതലാളി ഉലകിൽ മറ്റവൻ തൊഴിലാളി നമ്മൾ ഓടിക്കാൻ പോകട്ടെ. എന്തായാലും കുതിര സവാരി ലൈഫിൽ ആദ്യമായിട്ടുള്ള സവാരിയാണ്. ടയറൊക്കെ എൻ്റെ കയ്യിലുണ്ട്, കണ്ട. വലത് സൈഡിലേക്ക് വലിച്ച വലത് സൈഡിലേക്ക് പോകും, ഇടത് സൈഡിൽ വലിച്ച ഇടത് സൈഡ് പോകും എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ വച്ചം വരുന്ന ഞാൻ കുതിര സവാരി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ ടയറൊക്കെ എൻ്റെ അടുത്തുണ്ട്. ആദ്യമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. എന്തായാലും സംഭവം പൊളിയാട്ടാ. റോളക്സിലെ കുതിരന്റെ പേര് പൊളി സംഭവം. ഇതെങ്ങനെയാണ് സംഭവം ചേട്ടാ? ഇതിന്റെ കല്യാണ ഫംഗ്ഷൻ ഒക്കെ കൊടുക്കും. കല്യാണം പണി എത്തിയിട്ട് ഷൂട്ടിംഗ് എടുത്ത് ഫോട്ടോ. ഇനിയും വേറെ വണ്ടിയുണ്ട്, അതിലും പണി അത് പണി. ഇതാണ് ഇത് ലക്ഷറി വണ്ടിയാണ്. ഇത് ട്രാവലിംഗ് വണ്ടി. നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടില്ലേ ചെയ്യുന്നത്? ഫുൾ അലങ്കരിക്കും. ബലൂണും തോരണങ്ങളെല്ലാം തൂക്കി നല്ല കളർഫുൾ ആയിട്ട് ചെയ്യും. ബർത്ത്ഡേ ഫംഗ്ഷനും കല്യാണ ഫംഗ്ഷനും എല്ലാ ഫംഗ്ഷനും കൊടുക്കും. എല്ലാ ഫംഗ്ഷനും പാർട്ടി പരിപാടിയോ അങ്ങനെ എന്തിട്ട് എല്ലാവരും കൊടുക്കും അല്ലേ? കൊടുക്കും. നമ്മുടെ ഈ കുതിര വിൽക്കുന്നു പറഞ്ഞില്ല, കൊടുക്കുന്നു പറഞ്ഞില്ല, അതെങ്ങനെയാണ്? നമ്മുടെ സെയിൽസ് ഉണ്ട്. അത് എവിടെയാണ്? ഇപ്പൊ നമ്മുടെ പാലക്കാടാണ് ഉള്ളത്. പാലക്കാട് നമ്മുടെ പല്ലശ്ശേരി പഞ്ചായത്ത്, നമ്മുടെ വീട്ടിൽ തന്നെ കളൂര് തന്നെ. കളൂരിലുണ്ട്. ഇപ്പൊ 4 കുതിരയുണ്ട്. അതിൽ ഒന്ന് വിൽക്കില്ല, ബാക്കിയുള്ളതെല്ലാം വിൽക്കും. 3 വിൽക്കാനുള്ളത്. ചെറിയ കുതിരയാണ്. ചെറിയ കുതിര നാടൻ കുതിരയാണ്. നാടൻ കുതിര. പിന്നെ വലിയ കുതിര ആവശ്യപ്പെട്ട് വരുന്നവർക്ക് വലിയ കുതിര വിൽക്കാനുണ്ട്. ഒരു നല്ലൊരു ചട്ടക്കുതിര തന്നെ കൊടുക്കാനുണ്ട്. അതിന്റെ വണ്ടി ലക്ഷറി വണ്ടി വേണമെങ്കിൽ അതുണ്ട്. ചെറിയ സവാരി വണ്ടി അതുണ്ട്. അല്ല, ഈ കുതിര നിലവിൽ ഇപ്പൊ നമ്മുടെ പാലക്കാടാണ് ഉള്ളത്. പാലക്കാട് നമ്മുടെ ഇവിടെ ഉണ്ട് അല്ലേ? ഒന്ന് പ്രഗ്നന്റ് ആയി നിൽക്കുന്നുണ്ട്. പ്രസവിച്ച് കഴിഞ്ഞാൽ അടുത്ത വീഡിയോയിൽ അത് നമുക്കൊന്ന് ഇടാം. തീർച്ചയായിട്ടും. എങ്ങനെയാണ് ഇതിന്റെ കുതിരന്റെ റേറ്റ് ഒക്കെ? ചീപ്പ് റേറ്റിൽ കൊടുക്കാൻ പറ്റും? റേറ്റിലും ഉണ്ട്, ഹൈ റേറ്റിലും ഉണ്ട്. അതിന്റെ തൊഴിലിനാണ് അതിന്റെ പിന്നെ ക്യാരക്ടർ. കുതിരയുടെ ക്യാരക്ടർ നല്ല ക്യാരക്ടർ ആണെങ്കിൽ പിന്നെ നമുക്ക് വാങ്ങുന്നവർക്ക് ശല്യമില്ല. റേറ്റ് കൂടും. അത്രയും കൂടും. അതിന്റെ തൊഴിലിനനുസരിച്ച് കൂടും. പിന്നെ അതിന്റെ ചുഴി ഇതൊക്കെ നോക്കും. അതൊക്കെ റയറാണ്. അങ്ങനെയുള്ള റയർ കുതിരകളുണ്ട്. ആവശ്യത്തിന് വളർത്താൻ പറ്റുന്നതുണ്ട്. റേസിങ്ങിന് പോകേണ്ട കുതിര വേറെ. റേസിങ്ങിന് പറ്റിയ കുതിരയുണ്ട്. ഇവിടുന്ന് പിന്നെ തിരുമൂർത്തിമല 90 കിലോമീറ്റർ വരും. ഞങ്ങൾ കേട്ടോ ഓടി കുതിര സവാരി വന്നിരുന്ന ഡാമിന്റെ പോത്തുണ്ടി ഡാമിന്റെ ഏകദേശം എൻഡിലെത്തി. ഇവിടുന്ന് റിട്ടേൺ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങോട്ട് വ്യൂ ഹിൽസ് ആണ്. അപ്പൊ കുതിരക്ക് എല്ലാം അറിയാം കേട്ടോ. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ തിരിഞ്ഞു. ചേട്ടാ എത്ര വർഷമായി ഇത് തുടങ്ങിയിട്ട്? കൊറോണ കഴിഞ്ഞ ശേഷമാണ് ഇവിടെ കൊറോണയ്ക്ക് മുമ്പ് അപ്പൊ ചേട്ടൻ അവിടെ ആയിരുന്നു. എന്റെ കുതിരയുണ്ട്. എനിക്കതൊരു പ്രൈസാണ്. അപ്പൊ ഞാൻ കുതിര വെച്ചിട്ടുണ്ട്. നേരത്തെ കാളവണ്ടിയായിരുന്നു. കാളവണ്ടിയിൽ വലിയ നഷ്ടം, ചെലവ് കൂടുതലാണ്. ഇതാകുമ്പോൾ ചെലവ് കമ്മി, ചെറിയ ഒരു നേരത്തെ ഒരു ഭക്ഷണം മതി. ആകെ നമ്മളിപ്പോൾ സാധാ പർപ്പസിനാണെങ്കിൽ ദിവസം ഒരു 50-60 രൂപ ചെലവ് വരുമല്ലോ. പിന്നെ നമ്മുടെ അധ്വാനം അത് വേറെ. അതേ സ്ഥാനത്ത് കാളവെള്ളമാകുമ്പോൾ നമുക്ക് ഭയങ്കര ചെലവായിരുന്നു. അപ്പോൾ അതിനാണ് ഡെയിലി 500 രൂപയെങ്കിലും ചുരുങ്ങിയത് പോലെ. ഞാൻ നേരത്തെ ഒരു ചെകലക്കുതിര കണ്ടിരുന്നത്. ആ ചെകലക്കുതിര എവിടെയാണ്? ചെകലക്കുതിര നല്ല റേസിംഗ് കുതിരയാണ്. അതിപ്പോ വിറ്റു തന്നെ. അതല്ല, കഴിഞ്ഞ പ്രാവശ്യം നമ്മള് വീട്ടിൽ വന്നപ്പോ കണ്ടില്ലേ ആ സാധനം? അത് വിറ്റു. അത് വിറ്റു. നല്ല ചന്തമുള്ളൊരു കുതിരയായിരുന്നു. നല്ല സ്പീഡ് കണ്ട് കുട്ടികൾ വാങ്ങിട്ട് പോയിട്ടുണ്ട്. റേസിംഗ് കുതിര വാങ്ങിട്ട് പോയി. 35,000 rupees അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും മച്ചാൻ നിങ്ങൾക്ക് കുതിരയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ബാബു ചേട്ടന്റെ നമ്പർ എന്റെ യൂട്യൂബിൽ അടിയിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾ നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുതിര നിങ്ങളുടെ ടേസ്റ്റിന് അനുസരിച്ചിട്ടുള്ള, അതായത് റേസിംഗ് കുതിരയുണ്ട്, നോർമലി ആയിട്ടുള്ള കുതിരയുണ്ട്, കുഞ്ഞു കുതിരയുണ്ട്, വലിയ കുതിരകളുണ്ട്.
അപ്പോൾ ഏത് തരത്തിലുള്ള കുതിര നിങ്ങൾക്ക് വേണം ആ തരത്തിലുള്ള കുതിരകൾ നിങ്ങൾ ബാബുച്ചേട്ടൻ നിങ്ങൾക്ക് റെഡിയാക്കി തരും, അതും ചീപ്പ് റേറ്റിൽ കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ മറക്കാതെ നിങ്ങൾ കാണുക, അതിന് ബാബുച്ചേട്ടൻ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞങ്ങൾ ഏകദേശം പോത്തുണ്ടി ഡാമിലേക്ക് റിട്ടേൺ പോയി അവിടെ എത്താറായിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കിട്ടു കുതിര കണ്ടില്ലേ. എത്ര വണ്ടി ഉണ്ടാക്കാം നമുക്ക്? ഇപ്പൊ നമ്മളെ വണ്ടി ഇതൊരു വണ്ടി 4 വീൽ വണ്ടി 2 ഉണ്ട്, 2 വീലറിന്റെ ഒരു സവാരി വണ്ടിയുണ്ട്, മൂലികൾ ഓടുന്ന അങ്ങനത്തെ അതിൽ ഞാൻ കുതിരയ്ക്ക് ഭാഗമാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ റേസിങ്ങിന് പറ്റിയ സൈക്കിൾ വീൽ വണ്ടിയിൽ അത് വേറെ 2 അത് അങ്ങനെ ഉണ്ടല്ലേ. ഓക്കെ ഓക്കെ. ഇത് വലിയൊരു കുതിര സവാരി വണ്ടിയായിട്ട് വലിയൊരു വണ്ടിയാണ്. ഏകദേശം ഇവിടെ ഒരു സീറ്റിൽ 3 പേര് ഇരിക്കാം, 3 പേര് ഇരിക്കാം. പിന്നെ അവിടെ കുതിര ഓടിക്കുന്ന ബാബുച്ചേട്ടൻ കൂടി ഇരുന്ന് കഴിഞ്ഞാൽ 2 പേർക്ക് ഇരിക്കാം, 6, 7, 8 പേർക്ക് ഇരിക്കാം കേട്ടോ. മൊത്തം ഒരു ഫാമിലിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഒരു കുതിര ഒരു വണ്ടി ചൂസ് ചെയ്താൽ മതി. ഏകദേശം 100 രൂപയ്ക്ക് പോത്തുണ്ടി ഡാമിൻ്റെ അറ്റം വരെ പോയിട്ട് തിരിച്ചു വരും. 2 ഷിഫ്റ്റിംഗ് ആണ്. ഇവിടുന്ന് വലത് സൈഡ് വേണമെങ്കിൽ പോവാം, ഇതിൻ്റെ ഓപ്പോസിറ്റ് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടമാണ് ചൂസ് ചെയ്യേണ്ടത് ഏത് സ്ഥലത്ത് പോകണം എന്നുള്ളത്. ഏത് സ്ഥലത്ത് വേണമെങ്കിലും ഏത് സ്ഥലത്ത് പോവുകയാണെങ്കിലും 100 രൂപയുള്ളൂ കേട്ടോ. അപ്പോൾ മറക്കാതെ നിങ്ങൾ ഇനി പോത്തുണ്ടി ഡാം കാണാൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സവാരി കൂടി ചെയ്യുക, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഡോളക്സിൻ്റെ നമ്മൾ കുതിര സവാരി കഴിഞ്ഞിരിക്കുകയാണ്, ഞാൻ ഇറങ്ങാൻ പോവുകയാണ്. ആദ്യമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കുതിര സവാരി ചെയ്തത്. അപ്പോൾ കിട്ടു കുതിരയാണ്, നമ്മൾ തൊടാൻ ഒന്ന് തൊടട്ടാ, കാലും കൊണ്ട് ഒരു തൊഴിക്കും ചിലപ്പോൾ അത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡോളക്സ്. അപ്പോൾ നിങ്ങൾക്ക് കുതിര സവാരി വേണമെന്നുണ്ടെങ്കിൽ ബാബുച്ചേട്ടനെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ കല്യാണ ഫംഗ്ഷനും എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും അതിലുപരി നിങ്ങൾക്ക് കുതിര വേണമെന്നുണ്ടെങ്കിൽ സെയിൽസ് ചെയ്യുന്നുണ്ട്. പല രീതിയിലുള്ള, അതായത് ചെറുതും വലുതുമായിട്ടുള്ള റേസിങ്ങിനുള്ള കുതിരകൾ സെയിൽസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാബുച്ചേട്ടൻ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എനിക്ക് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളിലൂടെ അറിയിക്കുക. അപ്പോൾ അടുത്ത ഒരു നല്ലൊരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ ടേക്ക് കെയർ.